നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷ വരാൻ പോകുന്നത് പ്ലസ് ടുവിൻ്റെ ക്രിസ്മസ് പരീക്ഷയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മോഡൽ പരീക്ഷയായി, മോഡൽ തിയറി പരീക്ഷയായി, മോഡൽ പ്രാക്ടിക്കലായി, പബ്ലിക് എക്സാം പ്രാക്ടിക്കലായി. പ്രാക്ടിക്കലിന് വളരെ ഇമ്പോർട്ടൻസ് തുടങ്ങുന്ന ദിവസങ്ങളാണ് ഇനി. പിന്നെ തിയറിയുടെ മാർച്ച് 1-ാം തീയതി ഐശ്വര്യമായിട്ട് ഫിസിക്സ് തുടങ്ങുകയാണ് പരീക്ഷ, പബ്ലിക് എക്സാം. അന്നേരം പലപ്പോഴും എല്ലാവരും നിസ്സാരമായിട്ട് കരുതുന്ന ഒരു എക്സാമാണ് ക്രിസ്മസ് എക്സാം. പക്ഷേ അത്യാവശ്യം പഠിച്ചാൽ പല കുട്ടികൾക്കും മാർക്ക് നേരത്തെ ഉള്ള പരീക്ഷകൾക്ക് കുറവുണ്ടെങ്കിൽ പരിഹരിച്ചിടാൻ പറ്റുന്ന ഒരു സമയമാണ് ക്രിസ്മസ് പരീക്ഷ. കാരണം മോഡൽ എക്സാമിന് എല്ലാ ചാപ്റ്ററുകളും ഒരുമിച്ചായിരിക്കും. ക്രിസ്മസ് പരീക്ഷ അത്രയും പ്രശ്നങ്ങളും വരുത്തില്ല. എന്തായാലും ഇത്ര പാഠങ്ങളേ ഉള്ളൂ. അന്നേരം ഫിസിക്സിന് ക്രിസ്മസ് പരീക്ഷയ്ക്ക് എത്ര ചാപ്റ്ററുകൾ ഏകദേശം കാണുമെന്നുള്ള അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറിയുടെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാനൊരു ഏകദേശം ഒരു ഐഡിയ പറയുകയാണ്. ഇത്രയും ചാപ്റ്ററുകൾ കാണാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. ഇപ്പം പലപ്പോഴും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആദ്യത്തെ ചാപ്റ്റർ മുതൽ എവിടെ വരെ പഠിപ്പിച്ച് നിർത്തി അത്രയും ചാപ്റ്റർ വരെ പഠിക്കാൻ എന്നൊക്കെ പറയും. എന്നാൽ ഒരു ആദ്യത്തെ 4 ചാപ്റ്റർ, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് രണ്ടാമത്തെ പാഠം, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോട്സ് അവാർഡ്സിലൊക്കെ ഉള്ള ചാപ്റ്റർ. ഈ 4 ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ 5ാമത്തെ ചാപ്റ്റർ മുതൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. മാഗ്നറ്റിസം, മറ്റേ പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒക്കെയുള്ള മാഗ്നറ്റിസം. 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ചെറിയ 2 ചാപ്റ്ററാണ്. നിങ്ങളൊരു 2 മണിക്കൂർ വെച്ച് പഠിച്ചാൽ ഈ 2 ചാപ്റ്റർ നല്ല അടിച്ച് പൊളിച്ച് തീർക്കാം, നല്ല സിമ്പിളായിട്ട് തീർക്കാം. 2 മണിക്കൂർ വേണ്ട, ഓരോ മണിക്കൂർ മതി. പിന്നെ 7ാമത്തെ ചാപ്റ്റർ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, നന്നായിട്ട് എഴുതി പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഡെറിവേഷൻസ് ആണ് കൂടുതലും. ചാപ്റ്ററിൻ്റെ പേര് AC, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അടുത്ത് 8 അരമണിക്കൂർ മതി, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. 9 ഏറ്റവും വലിയ ചാപ്റ്ററാണ് ഫിസിക്സിൻ്റെ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരു 7-8 എസ്സെങ്കിലും ഉള്ളൊരു ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ട് പഠിച്ചാൽ ഈ പറഞ്ഞ പോലെ 2-3 എസ്സേ ഒക്കെ കിട്ടും, കുറേ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും, കുറച്ച് പ്രോബ്ലംസും ഒക്കെ കിട്ടും. അങ്ങനെ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. 10 ചെറിയ ചാപ്റ്ററാണ് വേവ് ഒപ്റ്റിക്സ്. ഇവിടെ വരെ കാണാനാണ് കൂടുതൽ സാധ്യത. അതായത് 5, 6, 7, 8, 9, 10 6 ചാപ്റ്റർ നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് പഠിച്ചാൽ. ഇതിനിടയിൽ ടൂറുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കലോത്സവ വേദികളുണ്ട്, ഇതൊക്കെ ഉണ്ടെന്നറിയാം. എന്നാൽ പോലും ഞാൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ മനസ്സൊന്ന് അറിഞ്ഞ് പഠിച്ചാൽ ഇത്രയും ചാപ്റ്ററുകൾ. ഫിസിക്സ് ഓരോ വിഷയത്തിൻ്റെയും കൃത്യമായിട്ട് നമുക്ക് ഇടാം. ഫിസിക്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും. നിങ്ങളുടെ കമൻസുകളൊക്കെ ഇടുക. എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തം, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയാണ്, ടൂറിന് പോയിട്ട് അടിച്ച് പൊളിച്ച് നടക്കുകയാണ്, നമ്മൾ പഠിത്തത്തിൽ നിന്നൊക്കെ പോയോ, +2 ഒന്നും അറിയത്തില്ലയോ, ഇതൊക്കെ നിങ്ങളുടെ കമൻസ് ഇടാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻസ് ഇടാൻ ധൈര്യമായിട്ട്. എന്തായാലും വളരെ ജാഗരൂകരായിട്ടിരിക്കുക. സമയം പെട്ടെന്ന് പോകും. ഇപ്പം നവംബറായി. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നവംബർ 7-ാം തീയതിയാണ്. ഡിസംബർ 7, ജനുവരി 7, ജനുവരി 22-ാം തീയതി മുതൽ പ്രാക്ടിക്കൽസും അതിന് മുമ്പുള്ള മോഡൽസും ഒക്കെ ആയിട്ട് ജനുവരി, ഫെബ്രുവരി ഫുള്ളി നിങ്ങൾ എൻഗേജാണ്. മാർച്ച് 1 ഫിസിക്സാണ്. പേടിപ്പിക്കുകയല്ല, ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രം. നേരം നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗീവ് അപ്പ്.